ഞാനൊക്കെ ഒരുപാട് സിനിമ കാണുന്ന ആളായിരുന്നു. അതായത് ഞാൻ സിദ്ദിഖൊക്കെ മിക്കവാറും എല്ലാ ദിവസവും സിനിമ കാണും. ഒരു ദിവസം ഒരു സിനിമ എന്ന് പറയുന്നത് മിനിമം എന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ കാലത്ത് ശരിക്കും കാശിനൊക്കെ ബുദ്ധിമുട്ടല്ലേ, പോക്കറ്റ് മണിയൊക്കെ കിട്ടാൻ? അതൊക്കെ എൻ്റെ അമ്മൂമ്മയൊക്കെ ഉണ്ടായിരുന്നു. അമ്മൂമ്മയൊക്കെ ഭയങ്കര കലാസ്വാദകയായിരുന്നു. എൻ്റെ ഫാദറിൻ്റെ അനുജനും ഒക്കെ കലാകാരന്മാരാണ്. അപ്പോൾ അവരൊക്കെ ഗാനമേള, യേശുദാസിൻ്റെ ഒക്കെ ട്രൂപ്പൊക്കെ ഇട്ട് നടക്കുന്ന സമയത്ത് അന്ന് ഗാനമേള റിഹേഴ്സലൊക്കെ വീട്ടിലാണ് നടക്കുന്നത്. എൻ്റെ മൊത്തം കാര്യങ്ങളൊക്കെ അമ്മൂമ്മയാണ് നോക്കുന്നത്. അതുപോലെ അവിടെ ഞങ്ങൾ നാടകം കളിക്കുകയാണെങ്കിലോ എൻ്റെ റിഹേഴ്സൽ ക്യാമ്പ് എല്ലാം നമ്മുടെ വീടാണ്. എൻ്റെ വീട് വലിയ വീടായിരുന്നു പുല്ലപ്പള്ളി. കാരണം ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. 12 മക്കളായിരുന്നു പിന്നെ നമുക്ക്. അപ്പോൾ അവരൊക്കെ കലാസ്വാദകരും കലാകാരന്മാരുമായിരുന്നു. അപ്പോൾ അവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ അവരവിടെ തന്നെ വന്ന് റിഹേഴ്സൽ എടുക്കുക. രാത്രി കരോൾ പരിപാടിക്ക് ക്രിസ്മസിന് പോയി കഴിഞ്ഞാൽ രാത്രി ഒന്ന് എല്ലാവരും കിടക്കും, നമ്മുടെ വീട്ടിൽ തന്നെ ഹോളിലൊക്കെ നിറഞ്ഞ് കിടക്കും. അവർക്കുള്ള ഭക്ഷണം കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുക്കും അമ്മൂമ്മ. അമ്മക്ക് സ്വന്തമായിട്ട് കുറേ പശു വളർത്തലും പാല് കൊടുക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മൂമ്മക്ക് തന്നെ വരുമാനമുണ്ട് സ്വന്തമായിട്ട്. അത് നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് ആ കാര്യത്തിനൊക്കെ ഫീഡ് ചെയ്യുമായിരുന്നു. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് പിന്നെ കുറച്ച് പ്രായമായി കഴിഞ്ഞപ്പോൾ സിദ്ദിഖിനൊക്കെ ജോലി കിട്ടി. സിദ്ദിഖ് സ്കൂളിൽ ക്ലാർക്കായിരുന്നു. അപ്പോൾ സിദ്ദിഖിന് പൈസ ഉണ്ടാവും, സിദ്ദിഖ് പൈസ എടുക്കും. അതെല്ലാം നമ്മൾ ഫ്രണ്ട്സ് കുറേ പേരുണ്ടായിരുന്നു, തിരക്കില്ലാത്ത സാമ്പത്തിക ഇതുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലുമായിട്ട് തന്നെ ആളുടെ പൈസ ഒന്നുമില്ല, പോകുക എന്ന് പറയുന്നതാണ്. എല്ലാ ദിവസവും സിനിമകൾ കാണും. അങ്ങനെ സിനിമകൾ ഒരു പ്രാന്തായിരുന്ന വെച്ചൊരു ടൈം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പടങ്ങളെല്ലാം കാണും. എല്ലാ വെള്ളിയാഴ്ചയും സിനിമ മാറും ശ്രീധർ തിയേറ്ററിൽ. 2 പ്രാവശ്യം മാറും, ആഴ്ചയിൽ 2 പടം വരും. അതൊക്കെ എല്ലാ പടങ്ങൾക്കും ഞങ്ങൾ പോയിട്ട് വന്നിട്ട് അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ ഉണ്ടാകും. കാരണം ഈ ഭാഷ വലിയ പിടുത്തമില്ലാത്തതുകൊണ്ടിട്ട് സിനിമ കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം എൻ്റെ കഥ ഉണ്ടാക്കാൻ. ആ കഥയിൽ ഡിസ്കഷനിൽ കൂടി ഒരു കഥയുണ്ടാവും. ഇത് കഴിഞ്ഞ് ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും അന്ന് കണ്ടിട്ടുള്ള പല പടങ്ങളും പിൽക്കാലത്ത് അടുത്ത കാലത്തൊക്കെ കാണുമ്പോൾ ഞങ്ങൾ അന്ന് കണ്ടിരുന്ന കഥയേ അല്ല എന്ന് തിരിച്ചറിഞ്ഞിരുന്നു. അത് സിനിമ തിയേറ്ററിൽ കളിച്ച കഥ ഒന്ന്, നമ്മൾ കണ്ട കഥ ഒന്ന്, ഇപ്പോൾ മനസ്സിലാക്കുന്ന കഥ ഒന്ന് എന്നുള്ള അവസ്ഥയിലൊക്കെ. പക്ഷെ അതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില പടങ്ങൾ നമ്മൾ അന്ന് മനസ്സിലാക്കിയ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സിനിമ കാണുമ്പോൾ കാണുന്ന കഥയൊക്കെ നല്ലതായിരുന്നു, അന്ന് നമ്മളിരുന്ന് ഉണ്ടാക്കിയെടുത്ത കഥ എന്ന് മനസ്സിലാകുന്ന രസകരമായിട്ട് സംഭവം. അങ്ങനെ ഒരു കൂട്ടായ ചർച്ചകൾ അവിടെ പുല്ലേപ്പിടിയിൽ നടക്കുമായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ അറിയാതെ സിനിമയോട് തോന്നിയ ഇഷ്ടത്തിൻ്റെ പുറത്ത് ഒരിക്കൽ തിമിംഗലം എന്ന് പറയുന്നൊരു സിനിമ ഞങ്ങൾ കണ്ടു. വളരെ മോശപ്പെട്ടൊരു സിനിമ. ആ സിനിമ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞാനും സിദ്ദിഖും പിന്നെ ഞങ്ങളുടെ വേറെ സുഹൃത്ത് ഉസ്മാൻ എന്ന് പറഞ്ഞ സുഹൃത്തുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചേട്ടാ നമ്മൾ വിചാരിച്ച കഥ ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് കഥ ഉണ്ടാക്കാം തീരുമാനിക്കുകയും അങ്ങനെ മലയാള സിനിമയിലെ തിമിംഗലങ്ങളായി. അന്ന് വന്നിട്ട് പിറ്റേ ദിവസം രാത്രി മുതൽ ഇരുന്ന് കഥ ഉണ്ടാക്കലാണ്. നമ്മുടെ എൻ്റെ കൊച്ചാപ്പൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ. അപ്പോൾ വാൾട്ടർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു അനിയനുണ്ട്, കൊച്ചാപ്പൻ്റെ മകനുണ്ട്. അവൻ ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് തന്നുകൊണ്ടിരിക്കും. ഒരു ആൻറ്റിയുണ്ട്, മാഗി ആൻറ്റി എന്നുണ്ട്, വാൾട്ടറിൻ്റെ അമ്മച്ചി ചായ ഉണ്ടാക്കി കൊടുക്കും, പിന്നെ അത് കൊണ്ടുവന്ന് തരും. ഞങ്ങളുടെ അന്നത്തെ എഴുത്ത് കണ്ടതായിരിക്കും മറ്റന്നാൾ ഷൂട്ടിംഗ് തുടങ്ങാനുള്ളതാണെന്ന് തോന്നും. അങ്ങനെ എഴുതുന്നത്. കാരണം രാത്രി ഇരുന്നിട്ട് 3 മണി 4 മണി വരെയൊക്കെ ഇരുന്ന് എഴുതുക. ഇത്രയും എഴുതി കൂട്ടിയതിനെ എങ്ങനെ ഷോർട്ടൻ ചെയ്തു? പിന്നെ അതൊക്കെ എന്നിട്ട് പിന്നെ എവിടെയോ കളഞ്ഞു, അതൊക്കെ പോയി. അപ്പം അന്ന് ആ ഒരു ആവേശത്തിലാണ് അങ്ങോട്ട് ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങിയ കൂട്ടത്തിൽ ഞങ്ങളൊരു 3-4 കഥകൾ ഉണ്ടാക്കിയായിരുന്നു. അതിനകത്ത് പെട്ടാണ് നാടോടിക്കാറ്റ്, പിന്നെ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ, പിന്നെ മുഖപുര എന്നുള്ള പേരിലൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ എവിടെയോ പോയി, പിന്നെ ഒന്നും ചെയ്തില്ല. അത് അങ്ങനെ കുറേ കഥകൾ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ കഥകളെ ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടത് ഒരിക്കൽ ഫാസിൽ സാറിനെ ഞങ്ങൾ ആലപ്പുഴയിൽ പ്രോഗ്രാമിന് പോയപ്പോൾ ഫാസിൽ സാറിനെ പരിചയപ്പെടുകയും ഫാസിൽ സാർ വന്നിട്ട് പ്രോഗ്രാം കണ്ടിട്ട് ഞങ്ങൾ അഭിനന്ദിക്കാൻ വേണ്ടി വരികയും ആ സമയത്ത് അൻസാർ എന്ന് പറയുന്ന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ഫാസിൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇവരുടെ അടുത്ത് കുറേ കഥകളൊക്കെ ഉണ്ട് സിനിമയ്ക്ക് പോയിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി ഒരു ദിവസം വരൂ കഥ കേൾക്കാം എന്ന് പറയുക. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഫാസിൽ സാറിൻ്റെ കഥ പറയാൻ പറ്റി. കഥ പറഞ്ഞപ്പോഴും പുള്ളി പറഞ്ഞത് കഥകളിലൊക്കെ എന്തൊക്കെയോ ഉണ്ട്, ഒരുപാട് നല്ല എലമെൻറ്റ്സ് ഉണ്ട്, പക്ഷേ സിനിമ അറിയാൻ പാടില്ലാത്തതിൻ്റെ ആയിട്ടുള്ള കുഴപ്പങ്ങൾ നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ അസിസ്റ്റൻസായിട്ട് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അതാണ് ഞങ്ങളുടെ ഒരു ഓപ്പണിങ്. അപ്പോൾ ആ ഓപ്പണിങ്ങിന് വഴിതെളിച്ചത് ഈ കഥകൾ ഉണ്ടാക്കി എന്ന് പറയുന്ന കാര്യം കൊണ്ടിട്ടാണ് അവിടെ എത്താൻ പറ്റിയത്.